ലൂക്കോസ് 9 യേശു പറഞ്ഞു, അതിൻ്റെ 23 വാക്യത്തിൽ, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചുള്ള കാര്യമാണ്. നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നാൾതോറും തന്നെത്താൻ നിഷേധിക്കണം. അവൻ അവനെ തന്നെ നിഷേധിക്കേണ്ടത് എല്ലാ ദിവസവുമാണ്. എന്നെ ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിഷേധിക്കണം. യേശുവിന് വേണ്ടി ഞാനത് നിഷേധിക്കുന്നു. അതാണ് ആ യാഗം. അങ്ങനെയുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാണ് ശരിയായ ആരാധനയും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു ആരാധനക്കാരനായിരിക്കാനാണ് എന്നെ ആരംഭത്തിൽ യേശു പഠിപ്പിച്ചത്. അതിന്നും അങ്ങനെയാണ്. ദൈവത്തെ ആരാധിക്കുന്നതാണ് പ്രസംഗിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറെ ഇഷ്ടം. സത്യസന്ധമായി ഞാൻ പറയുകയാണ്, പ്രസംഗിക്കുകയല്ല എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം. ആരാധനക്കാരനായിരിക്കാനാണ് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നത്. കാരണം യേശു പറഞ്ഞു, മത്തായി 4 യേശു പിശാചിന് കൊടുത്ത ഉത്തരം ഇതായിരുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. മത്തായി 4:10. ആദ്യം ദൈവത്തെ ആരാധിക്കുക, അതിനുശേഷം അവനെ ശുശ്രൂഷിക്കുക. ഞാൻ ആരാധിക്കുന്നവനല്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയില്ല. ഞാൻ ദൈവത്തെ ശരിയായിട്ട് ആരാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് ശരിയായിട്ട് ശുശ്രൂഷിക്കാൻ കഴിയില്ല. ഇനിയും ഞാൻ നിങ്ങളോട് പറയാം എന്താണ് ശരിയായ ആരാധനയെന്ന്. ഒരു യഥാർത്ഥ ആരാധന എന്താണെന്ന് ഏതെങ്കിലും ഒരു സഭയിൽ വിവരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അനേക വർഷങ്ങളായി ഈ സഭയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ശരിയായ ആരാധനയെന്ന്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം. ശമരിയക്കാരി സ്ത്രീ യേശുവിനോട് ആരാധനയെപ്പറ്റി ചോദിച്ചപ്പോൾ യേശു അവളോട് പറയുന്ന കാര്യമുണ്ട്. യോഹന്നാൻ 4:21 ആരാധന എന്താണെന്ന് അവൾ യേശുവിനോട് ചോദിക്കുന്നു. എവിടെയാണ് ആരാധിക്കേണ്ടത്? ഇവിടെയാണോ, യെരുശലേമിലാണോ, അതോ മറ്റെവിടെയെങ്കിലും ആണോ? യേശു പറഞ്ഞു, സ്ത്രീയെ, നാഴിക വരുന്നു, അതവൻ പെന്തക്കോസ്ത് നാളിനെ കുറിച്ചാണ് പറയുന്നത്, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അന്ന് ആരാധന ഇവിടെയോ യെരുശലേമിലോ മറ്റൊരു സ്ഥലത്തോ അല്ല. അത് ആരാധിക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതല്ല. കാരണം യഥാർത്ഥമായിട്ട് ആരാധിക്കുന്നവർ 23-ാം വാക്യത്തിൽ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ ഉള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്വർഗീയ പിതാവേ, കർത്താവെ, അങ്ങ് അന്വേഷിക്കുന്നത് സത്യനമസ്കാരികളെയാണോ? ഞാൻ ആ കൂട്ടത്തിലാകാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് ഇങ്ങനെയുള്ള ആരാധനക്കാരെയാണോ ഈ ഭൂമിയിൽ നോക്കുന്നത്? അനേകരും ശുശ്രൂഷയിൽ തിരക്കുള്ളവരായിരിക്കുന്നു. എനിക്കൊരു ആരാധനക്കാരനാണ്. അപ്പോൾ എൻ്റെ ശുശ്രൂഷ കൂടുതൽ ഫലപ്രദമാകും. ഇത് സത്യമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ യേശു പറയുന്ന ഒരു പ്രത്യേക പദം നാം കാണുന്നു: ആത്മാവിൽ ആരാധിക്കുക. ആത്മാവിലുള്ള ആ ആരാധന അത് വരാൻ പോകുന്നതേ ഉള്ളൂ. അവൻ പറഞ്ഞു, നാഴിക ഇതുവരെ വന്നിട്ടില്ല. മറ്റൊരു വാക്കിൽ, അനേക 1000 വർഷങ്ങളായിട്ട്, ആദാമിൻ്റെ സമയം മുതൽ ഈ സമയം വരെ, ആ നാഴിക വരെ ആരും ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചിട്ടില്ല. എന്നാൽ ആ സമയം ഇപ്പോൾ വരാൻ പോവുകയാണ്. ആത്മാവിൽ ആരാധിക്കാൻ പോകുന്ന ആ സമയം. അതിൻ്റെ അർത്ഥം എന്താണ്? 1 തെസ്സലോനിയർ 5:23 വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവം ത്രിത്വമാണ്, മനുഷ്യനും അതുപോലെയാണ്. ദൈവത്തിൻ്റെ ആ ത്രിത്വത്തിൽ 3 ആളുകളുണ്ട്. എന്നാൽ മനുഷ്യനിൽ ഇതുപോലെ തന്നെ 3 ഭാഗങ്ങളുണ്ട്. അത് ആത്മാവും പ്രാണനും ദേഹവുമാണ്. സമാഗമന കൂടാരത്തിൻ്റെ 3 ഭാഗങ്ങൾ പോലെ. നമുക്കറിയാം, യേശു വരുന്നത് വരെയുള്ള സമയത്ത് മനുഷ്യൻ ആരാധിച്ചിരുന്നത് അവൻ്റെ ശരീരത്തിലും അവൻ്റെ ദേഹിയിലുമാണ്, ആത്മാവിലല്ലായിരുന്നു. അവൻ അതാണ് പറയുന്നത്, നാഴിക വരുന്നു, സത്യനമസ്കാരികൾ ആത്മാവിൽ ആരാധിക്കുന്ന നാഴിക. മറ്റൊരു വാക്കിൽ, ആരും ഇതുവരെയും ആത്മാവിൽ ആരാധിച്ചിട്ടില്ല. ആ സമാഗമന കൂടാരത്തിലെ പ്രാകാരം നമ്മുടെ ശരീരമാണ്. വിശുദ്ധ സ്ഥലം നമ്മുടെ ദേഹിയും അതിവിശുദ്ധ സ്ഥലം നമ്മുടെ ആത്മാവുമാണ്. അവിടെ ഒരു തിരശീലയുണ്ട്. അതവിടെ ഉണ്ട്. അത് പഠിപ്പിക്കുന്ന ആർക്കും ആത്മാവിൽ ആരാധിക്കാൻ കഴിയുമായിരുന്നില്ലെന്നാണ്. ആർക്കും അവിടെ പോകാൻ കഴിയില്ല. ആ അതിവിശുദ്ധ സ്ഥലം തിരശീല കൊണ്ട് മറക്കപ്പെട്ടിരുന്നതിൻ്റെ അർത്ഥം അതാണ്. ആർക്കും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയില്ല. ദേഹിയിലും ദേഹത്തിലും മാത്രമേ കഴിയുള്ളൂ.
യഹൂദന്മാർക്ക് ആ പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്ത് മാത്രമേ പോകാൻ കഴിയുമായിരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ദേഹത്തിലും ദേഹിയിലും ദൈവത്തെ ആരാധിക്കുന്നത് നല്ലതാണ്. കൈയടിക്കുക, കൈ ഉയർത്തി സ്തുതിക്കുക. ഞാനും ചെയ്യുന്നതാണ്. ഞാൻ കൈയടിക്കും, കൈ ഉയർത്തും, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി സ്തുതിക്കും. അത് ശരീരത്തിലാണ്. അതുപോലെ എൻ്റെ ദേഹിയിലും എൻ്റെ വികാരം കൊണ്ടും എൻ്റെ ആവേശം കൊണ്ടും എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ വികാരം ഉളവാക്കുന്ന പാട്ടുകൾ നല്ലത്. സങ്കീർത്തനം മുഴുവനും അതാണ്. സങ്കീർത്തനത്തിൽ ആത്മാവിലുള്ള ആരാധനയല്ലേ? നിങ്ങൾക്കറിയാമോ അത്? അനേകർക്കും അതറിയില്ല. അവർ ചിന്തിക്കുന്നു ആരാധനയുടെ ഏറ്റവും മൂർത്തിഭാവമാണ് സങ്കീർത്തനമെന്ന്. ശരിയാണ്, അത് പെന്തക്കോസ്ത് നാൾ വരെ. എന്നാൽ ഇപ്പം പിതാവ് അന്വേഷിക്കുന്നത് അപ്രകാരമുള്ള ആരാധനയല്ല, ആത്മാവിൽ അവനെ ആരാധിക്കുന്നവരെയാണ്. അനേകരും ദൈവവചനം സദാപൂർവം വായിക്കുന്നവരല്ല. എനിക്കിത് അറിയില്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും ദേഹം കൊണ്ടും ദേഹി കൊണ്ടും അവനെ ആരാധിക്കുന്നവനായിരിക്കും. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന നാഴിക വരുന്നു എന്ന് പറയുന്നതുകൊണ്ട് അതെന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിച്ചപ്പം ആ തിരശ്ശീല കീറപ്പെട്ടു. അതുകൊണ്ട് ഇപ്പം എനിക്കവനെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയും. അതുകൊണ്ട് എന്താണ് ഈ ആത്മാവിലുള്ള ആരാധന എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ആ നാഴിക വരുന്നു എന്ന് അവൻ പറഞ്ഞത്? അതുപോലെ അവൻ പറഞ്ഞു വന്നുമിരിക്കുന്നു. കാരണം ഇപ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അത് യേശുക്രിസ്തു തന്നെയാണ്. എന്നാൽ മറ്റുള്ളവരെല്ലാം പെന്തക്കോസ്ത് നാളിലേക്ക് കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് നാഴിക വരുന്നു, 21 വാക്യം. അതുപോലെ ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇതാണ് നാം ഇവിടെ കാണുന്നത്. ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം റോമാലേഖനം 12 അധ്യായത്തിൽ എനിക്കതിന് ഉത്തരം കിട്ടി. എങ്ങനെയാണ് ഈ ആത്മാവിലുള്ള ആരാധന വരുന്നതെന്ന് എൻ്റെ ദൈവവചന പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാക്യം ദൈവവചനത്തിൻ്റെ മറ്റൊരു വാക്യത്തിൽ വിവരിച്ചിട്ടുണ്ടാകും. ഈ 2 വാക്യങ്ങളുടെയും സന്തുലിതാവസ്ഥയാണ് നമുക്ക് സത്യം മനസ്സിലാക്കി തരുന്നത്. ഒരു വാക്യം മാത്രമല്ല നോക്കേണ്ടത്. പിശാച് ഒരു വചനം യേശുവിനോട് പറഞ്ഞു, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, നിൽക്കൂ, വേറൊരു വാക്യം കൂടെ ഉണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അതാണ് അതിൻ്റെ സന്തുലിതാവസ്ഥ. ഒരു പക്ഷിയെ പോലെ സത്യത്തിന് 2 ചിറകുകളുണ്ട്. ഒരു ചിറക് കൊണ്ട് പറക്കാൻ ശ്രമിക്കരുത്. എല്ലാ ദുരുപദേശവും ഉണ്ടാകുന്ന ഒരു വാക്യത്തിൽ പിടിച്ചാണ്. ഒരു വാക്യത്തിൽ നിന്ന് ഒരു ഉപദേശം ഉണ്ടാക്കുന്നു. ദൈവവചനത്തിലൊരു സന്തുലിതാവസ്ഥ ഉണ്ട്. ഒരു ചിറക് കൊണ്ട് ഒരു പക്ഷി പറഞ്ഞാൽ അത് വട്ടത്തിൽ പറന്നുകൊണ്ടിരിക്കും. ഒരു വാക്യം കൊണ്ട് നിങ്ങൾ ജീവിച്ചാലും നിങ്ങൾ ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കും. ആത്മാവിലുള്ള ആരാധന എന്താണെന്ന് റോമാലേഖനം 12:1 പറയുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച്, അതിനർത്ഥം സുവിശേഷം വിവരിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. അത് പറയുന്ന ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളെ പറ്റിയാണ്. അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താ? പോയി സുവിശേഷം പറയുന്നതാണോ? മറ്റുള്ളവരെ പണം കൊടുത്ത് സഹായിക്കുന്നതാണോ? ശരി. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. അതിനുശേഷം ദൈവത്തെ നിങ്ങൾ സേവിക്കണം. അതാണ് ആ ക്രമം. മത്തായി 4:10. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിന്, ഇതെല്ലാം ദൈവത്തിന് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. എങ്ങനെയാണത് ചെയ്യുന്നത്? നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ഉള്ള യാഗമായിട്ട് സമർപ്പിക്കണം. ആ വാക്ക് നമുക്കവിടെ കാണാം. ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട്. ആത്മാവിലുള്ള നിങ്ങളുടെ ആരാധന ഇങ്ങനെ ആയിരിക്കണം. ഇംഗ്ലീഷിൽ NISB വിവർത്തനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. അതാണ് ശരിയായ വിവർത്തനം, നിങ്ങളുടെ ആത്മീയ ആരാധന. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കേണ്ട വിധം ഇപ്രകാരമായിരിക്കണം. അതിപ്രകാരമാണ്. ഒന്നാമത്, ഞാൻ എൻ്റെ ശരീരത്തെ ദൈവത്തിന് ഒരു യാഗമായി സമർപ്പിക്കണം. അതെന്നെ ഓർപ്പിക്കുന്നത് ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ഹോമയാഗത്തെയാണ്. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അനേകരും ലേവ്യ പുസ്തകം വായിക്കാറില്ല. യാഗങ്ങളെപ്പറ്റി പറയുന്ന മനോഹരമായൊരു പുസ്തകമാണത്. അവിടെ പാപയാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടെ സ്തോത്രയാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സമാധാന യാഗങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഒരു യാഗം, അത് ഹോമയാഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു യാഗമാണ്. അത് പാപത്തിനു വേണ്ടിയല്ല. ലേവ്യ പുസ്തകം 1 പറയുന്ന ആദ്യത്തെ യാഗമാണത്. അവിടെ വായിക്കുന്ന ഒരാൾ ഒരു കാളയെ കൊണ്ടുവന്ന് അതിനെ കണ്ണങ്ങളായിട്ട് മുറിക്കും.
ആ യാഗപീഠത്തിൽ വെച്ച് അതിനെ ദഹിപ്പിച്ച് കളയും. തീ വന്ന് അതിനെ കത്തിക്കും. ഒരുപക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കാം, ഇത് ആത്യന്തികമായിട്ട് ദഹിപ്പിക്കാനാണെങ്കിൽ എന്തിനാണ് ഇതിനെ കണ്ണം കണ്ണമായിട്ട് മുറിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. മുഴുകാളയം വെച്ച് ദഹിപ്പിച്ചാൽ പോരെ? ഇല്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതിനെ കണ്ണം കണ്ണമായിട്ട് മുറിച്ച് അതിനെ യാഗപീഠത്തിൽ വെക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ തീ യാഗപീഠത്തിന്മേൽ ഇറങ്ങി ആ യാഗത്തെ ദഹിപ്പിച്ച് കളയും. അങ്ങനെയാണ് അവർ ദൈവത്തെ ആരാധിച്ചത്. പാപയാഗം ദൈവത്തെ ആരാധിക്കാനല്ല, അത് പാപത്തിനായിട്ട് കഴിക്കുന്ന ഒരു യാഗമാണ്. എന്നാൽ ഹോമയാഗം ആരാധിക്കാൻ വേണ്ടിയാണ്. അവിടെ അവർ ദൈവത്തോടൊന്നും ചോദിക്കുന്നില്ല, അതിലൂടെ ദൈവത്തെ അവർ ആരാധിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ അർപ്പിക്കുന്ന ഒരു കാളയല്ല, അല്ലെങ്കിൽ ഒരു ആടല്ല, എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം അവിടെ വയ്ക്കാതെ കർത്താവെ ഞാൻ നിന്നെ ആരാധിക്കുന്നത് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ അതിനെ കണ്ണം കണ്ണമായിട്ട് മുറിക്കണം. നമ്മൾ അങ്ങനെ മുറിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ നമ്മൾ സത്യത്തിൽ അത് കൊടുക്കുന്നുണ്ടോ എന്ന്. നമ്മൾക്ക് വളരെ സുഖമായിട്ട് പറയാം, കർത്താവ് എൻ്റെ ശരീരം മുഴുവനും നിൻ്റേതാണ്, നീ എടുത്തു, നിൽക്ക്, നീ അതിനെ മുറിച്ചോ. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. കർത്താവേ, ഇതാ എൻ്റെ കണ്ണുകൾ, ഇത് ഞാൻ അങ്ങയ്ക്ക് തരുന്നു. എൻ്റെ കണ്ണുകൾ പാപകരമായിട്ടുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ കാലത്ത് കണ്ടിട്ടുണ്ട്. പാപകരമായിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങയെ ആരാധിക്കാനായിട്ട് ഞാനത് യാഗപീഠത്തിൽ വയ്ക്കുന്നു. എൻ്റെ കണ്ണുകളെ ഇനി ഒരിക്കലും എനിക്കായിട്ട് ഞാൻ ഉപയോഗിക്കുകയില്ല. ഇത് നിൻ്റേതാണ്. എൻ്റെ കണ്ണുകൾ നിർമ്മലമായത് കാണാനുള്ളതാണ്. എൻ്റെ കണ്ണുകൾ അവിടുത്തെ വചനം വായിക്കാനുള്ളതാണ്. ശരി കർത്താവേ, ഇതാ എൻ്റെ നാവ്. മറക്കരുത്, ആരാധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തെ ഖണ്ഡമാക്കുകയാണ്. നമ്മുടെ ശരീരത്തെ ജീവനുള്ള ആരാധനയായിട്ട് സമർപ്പിക്കാൻ. ഇതാ കർത്താവ് എൻ്റെ നാവ്. ഈ നാവിൽ കൂടെ ഞാൻ എത്രയോ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ മുറിപ്പെടുത്തിയിട്ടുണ്ട്, നിരാശരാക്കിയിട്ടുണ്ട്, കോപിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. കർത്താവെ, എത്രയോ പ്രാവശ്യം ഞാനത് പിശാചിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷവും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷവും കർത്താവെ, അങ്ങേ ആരാധിക്കാൻ വേണ്ടി ഇന്ന് ഞാനിതിനെ അവിടുത്തെ യാഗപീഠത്തിൽ വയ്ക്കുന്നു. ഇതാ കർത്താവെ എൻ്റെ നാവ്. ഇന്നു മുതൽ അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് മാത്രം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആരോടും കോപത്തോടെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ഞാൻ പരാതി പറയുകയോ പുറകുറുക്കുകയോ ചെയ്യത്തില്ല. മറ്റുള്ളവരുടെ കുറവ് പറയുകയോ പുറകിൽ നിന്ന് കുത്തുകയോ ചെയ്യത്തില്ല. എനിക്ക് യാതൊരു പ്രയോജനമില്ലാത്ത വാർത്തകൾ മറ്റുള്ളവരിൽ നിന്ന് ചൂഴ്ന്നെടുക്കാനുള്ള ആഗ്രഹം ഞാൻ വിട്ടുകളയുന്നു. കർത്താവെ, കർത്താവെ, ഈ നാവിനെ ഞാൻ അങ്ങേക്ക് തരുന്നു. കർത്താവെ, എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ കൈ കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഒരിക്കലുമില്ല കർത്താവെ, ഈ കൈകൾ ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ ഈ കാലുകൾ, ഞാൻ ഒരിക്കലും പോകരുതാത്ത ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഈ കാലുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ കാലുകൾ ഞാൻ അങ്ങേക്ക് തരുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ ഖണ്ണം ഖണ്ണമായിട്ട് മുറിക്കുകയാണ്. ഇത് അങ്ങയുടേതാണ്. നിങ്ങൾ പറയൂ, ഇത്തരത്തിലുള്ള ആരാധനയാണോ ബുദ്ധിമുട്ട്, അതോ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നതാണോ ബുദ്ധിമുട്ടുള്ള ആരാധന? അതാണ് എല്ലാവർക്കും ഇഷ്ടം. ചില പാട്ടുകൾ പാടുക, അതല്ല ആരാധന. അത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണിത്. എന്നാൽ അതല്ല ആരാധന. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സഭയിലും ഈ സ്തുതി പറയുന്നത് നന്ദി പറയുന്നതുമാണ് ആരാധനയെന്ന് ചിന്തിക്കുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ ലോകത്തിലുള്ള ആരെയും വെല്ലുവിളിക്കാൻ തയ്യാറാണ്. ഇത് ആരാധനയാണെന്ന് പറയുന്ന ഒരു വാക്യം വേദപുസ്തകത്തിന് കാണിക്കാൻ കഴിയുമോ? ഞാനിത് പഠിച്ചിട്ടുണ്ട്. ഞാനൊരു കൺകോർഡൻസ് ഉപയോഗിച്ച് ആരാധന എന്ന് പുതിയ നിയമത്തിൽ പറയുന്ന എല്ലാ വാക്യങ്ങളും പരിശോധിച്ചു. കാരണം ദൈവം അതേക്കുറിച്ച് എന്താണ് പറയുന്നത് ഞാൻ അറിയാൻ ആഗ്രഹിച്ചു. സഭ എന്ത് പറയുന്നു എന്നുള്ളതല്ല. ആരാധന എന്താണെന്ന് ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കി. മറ്റേത് ദേഹത്തിലും നടക്കുന്നതാണ്. അത് നല്ലതാണ്, അതിന് ഞാൻ എതിരല്ല. നോക്കൂ, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ 4 ഘടകങ്ങളുണ്ട്. ഒന്നാമത് പ്രാർത്ഥനയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം. നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അന്നന്നത്തെ ഭക്ഷണവും ദൈവത്തോട് ചോദിക്കാം. ഭൗതിക കാര്യങ്ങൾ, നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട്, ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പണം, ഒരു ജോലി ചോദിക്കാം. ഭൂമിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ, വിവാഹം. നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. അത് ദൈവത്തിന് നന്ദി പറയുന്നതാണ്. കുറച്ചാളുകളെ അവിടെ എത്തുന്നുള്ളൂ. 10 കുഷ്ഠരോഗികൾ പ്രാർത്ഥിച്ചു,
ഒരാളെ നന്ദി കൊടുത്തുള്ളൂ. അതാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള താരതമ്യം. പ്രാർത്ഥിക്കുന്നവരിൽ 10% നന്ദി കരയറ്റുന്നവരുള്ളൂ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പം ദൈവത്തിന് നന്ദി കരയറ്റാൻ നാം മറന്നു പോകാറുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവത്തിന് നന്ദി കരയറ്റുക. അതിൽ പ്രാർത്ഥനയില്ല. ദൈവത്തിന് നന്ദി നന്ദി നന്ദി. അതിനുശേഷമാണ് സ്തുതി. ഒരു ചുവടും കൂടി ഉയർന്ന ഒരു പടിയാണത്. ഇവിടെ ദൈവം നമുക്ക് എന്ത് ചെയ്തു എന്നുള്ളതല്ല. ഇവിടെ ദൈവത്തോട് നന്ദി പറയുകയല്ല. അവൻ ആരാണെന്ന് ഓർത്ത് അവന് നന്ദി കരയറ്റുകയാണ്. അവൻ എനിക്കൊന്നും ചെയ്തു തന്നില്ലെങ്കിൽ അവൻ വിശുദ്ധനാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ ആരാണെന്ന് ഓർത്ത് ഞാൻ അവനെ സ്തുതിക്കുകയാണ്. നിങ്ങൾ പാടുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ പാട്ടുകൾ പാടുമ്പം ആ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആരംഭ നാളുകളിൽ എനിക്ക് ട്യൂണുകൾ അറിയാവുന്നതുകൊണ്ട് പാട്ട് എനിക്ക് സുപരിചിതമായിട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കും. ഞാൻ ഒത്തിരി കള്ളമാണ് ദൈവത്തോട് പറയുന്നത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അത് അർത്ഥമാക്കുന്നില്ല. അതുകൊണ്ട് വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, നമ്മൾ പാടുന്ന എല്ലാ പാട്ടുകളും അതൊന്നെങ്കിൽ പ്രാർത്ഥനയായിരിക്കും, അല്ലെങ്കിൽ നന്ദി പറയുന്നതോ സ്തുതിക്കുന്നതോ ആണ്. എവിടെയാണ് നാലാമത്തെ ഈ ആരാധന വരുന്നത്? പ്രാർത്ഥന, നന്ദി കരയറ്റുക, സ്തുതി, ആരാധന. ആരാധന ഇവിടെയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണത്. അത് വാക്കുകളിലല്ല, അതെൻ്റെ ശരീരത്തെ യാഗമാക്കുന്നതാണ്. ഞാൻ പറയുകയാണ്, കർത്താവേ, ഇത് അവിടുത്തേതാണ്.